നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ 2 ചിത്രങ്ങളാണ്. ഈ 2 ചിത്രങ്ങളിൽ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഭഗവാനെ, നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങൾ നൽകുന്ന ഭഗവാന്റെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉത്തരങ്ങൾ ലഭിക്കണം, അഥവാ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പരിഹാരങ്ങൾ ലഭിക്കണം, ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കണം, ദുരിതങ്ങൾ ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾ നിത്യവും ജപിക്കുന്ന നാമങ്ങളാണ് എങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ആദ്യത്തെ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെയധികം കഷ്ടതകളും അല്ലെങ്കിൽ നഷ്ടങ്ങളും പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളിലൂടെ ദിവസങ്ങളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നു. ഉപകാരം ചെയ്തവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് തിരിച്ച് ഒന്നും ലഭിക്കാത്തതായ ഒരു സാഹചര്യം, പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അവഗണനയാണ് ഫലമായി ലഭിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്തു, എന്നാൽ അവഗണനയാണ് അവരിൽ നിന്നും നിങ്ങൾക്ക് അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തതായ കാര്യങ്ങളിൽ അപവാദം നിങ്ങൾ കേൾക്കുന്നു, അപവാദം നിങ്ങൾക്ക് ലഭിച്ചു. പല കാര്യങ്ങളും ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്നതുമാണ്. അപവാദങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. തൻ്റെ ലക്ഷ്യത്തിനായി എത്ര നാൾ കാത്തിരിക്കുവാനും യാതൊരു വിധത്തിലും മടിയില്ലാത്തവരാണ് നിങ്ങൾ. കഠിനാധ്വാനം അതിനുവേണ്ടി പല ആവർത്തി പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. പലപ്പോഴും കടം നൽകിയാൽ തിരിച്ച് നൽകേണ്ടതായ സമയം പണം തിരികെ ലഭിക്കാത്തതായ സാഹചര്യം, നിരന്തരം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ പോലും അല്പം പണം കൊടുത്തതിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും തിരികെ നൽകുന്നതായ സാഹചര്യം, പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും ജീവിതചര്യകൾ നിങ്ങളെ വളരെയധികം പരീക്ഷിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് പ്രകടമാകുന്ന സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത്. പല കാര്യങ്ങളിലും പരീക്ഷണങ്ങൾ നേരിടേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ നിന്നും ഒരു ഉയർച്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുമാണ്. വളരെയധികം ഈശ്വരാധീനം അഥവാ ഭഗവാന്റെ അനുഗ്രഹം, കൃപാകടാക്ഷം ഉള്ളതിനാൽ തന്നെ അത്ഭുതകരമായി പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യം നിങ്ങൾക്ക് രൂപപ്പെടാവുന്നതുമാണ്. അത് നിങ്ങൾക്ക് പോലും അത്ഭുതമായി തോന്നാം. കാരണം പല കാര്യങ്ങളിലും അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാകാം. മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും 10 ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ 1.5 മാസത്തിനകം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. പ്രവർത്തനം ആവശ്യം തന്നെയാണ്. നിത്യവും ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. വിചാരിച്ച വഴിപാടുകൾ ചെയ്യാൻ സാധിക്കുന്നതിലൂടെ പോലും വലിയ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് സംഭവിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. തിങ്കൾ വ്യാഴം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നടക്കുവാനായി ശ്രമിക്കുകയാണ് എങ്കിൽ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടുതലായും ഭാഗ്യം തുണയ്ക്കുന്ന സാഹചര്യം
കാര്യങ്ങളെ അല്പം കൂടി അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. പരിശ്രമിക്കുകയാണ് എങ്കിൽ അത്ഭുതകരമായി തന്നെ ആ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഈ സമയം ഇത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. ഈ സമയം നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ കടന്നു വരും. അതിനുള്ള സാഹചര്യം ഭഗവാനായി തന്നെ ഒരുക്കും. ഈ സമയം ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് ആവശ്യമാണ്. ചില വ്യക്തികൾ പിന്തിരിപ്പിക്കാൻ നോക്കി എന്ന് വരാം. എന്നാൽ ലക്ഷ്യത്തിനായി കൂടുതൽ പരിശ്രമിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ശുഭഫലങ്ങൾ തന്നെ പ്രദാനം ചെയ്യും. ഭഗവാനെ ആരാധിക്കണം. ഭഗവാനെ ആരാധിച്ച് തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകണം. ഭഗവാന്റെ കൃപാകടാക്ഷം തന്നെയാണ് നിങ്ങളിലുള്ളത്. അത് നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ അഥവാ ഉണ്ണിക്കണ്ണൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെ ശുദ്ധഗതിക്കാരാണ് നിങ്ങൾ. നല്ല മനസ്സുള്ളവരാണ് നിങ്ങൾ. നല്ല മനസാന്നിധ്യം മുതലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. വളരെ പ്രസന്നമായ മുഖം നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ പ്രസന്നമായ മുഖമുള്ളവർ തന്നെയാണ് നിങ്ങൾ. ജീവിതത്തിൽ ഇടപെടുന്ന ഏത് കാര്യത്തിലും അത് കൃത്യമായിരിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. നല്ല വൃത്തി വെടുപ്പുമുള്ള വ്യക്തികളാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു പൂർണ്ണത ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണ്. കൃത്യതയും മുന്നിൽ നിൽക്കണം, കൃത്യതയോടെ മുന്നിൽ നിൽക്കണം എന്ന നിർബന്ധമുള്ളവർ കൂടിയാണ് നിങ്ങൾ. എന്നാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു വീക്ക്നെസ് ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഏത് കാര്യവും ശുഭാപ്തി വിശ്വാസത്തോടെ ചെയ്യുകയും എന്നാൽ അവസാന നിമിഷം അത് നടക്കില്ല എന്നൊരു പ്രതീതി വന്നതിന് ശേഷം മാത്രമാണ് ആ കാര്യം നടക്കുക. അതായത് ചില കാര്യങ്ങളിൽ അവിശ്വാസം നിങ്ങൾ രേഖപ്പെടുത്തി എന്ന് വരാം. അത് നടക്കില്ല എന്ന ചിന്ത പോലും മനസ്സിലേക്ക് ചില സമയങ്ങളിൽ കടന്നു വരികയും എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷകളെ നിലനിർത്തുകയോ അപ്രതീക്ഷിതമായോ ആ കാര്യങ്ങൾ അവസാന നിമിഷം നടക്കുകയും ചെയ്യും. എത്ര തന്നെ വീഴ്ച സംഭവിച്ചാൽ പോലും വീണ്ടും വീണ്ടും ശ്രമിക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഒരു പരാജയം നിങ്ങൾക്ക് ഉണ്ടാകണം എന്നില്ല. പരാജയ ശ്രമങ്ങൾ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ പലരും ശ്രമങ്ങൾ നടത്തിയാൽ പോലും അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യും. ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എപ്രകാരമാണ് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭഗവാന്റെ ഒരു അത്ഭുത അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്ക് ഈ സമയം ബോധ്യപ്പെടുന്നതുമാണ്. അപ്രതീക്ഷിതമായ പല ഭാഗ്യാനുഭവങ്ങളും മുൻപ് നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അത് തുടരുവാനുള്ള സാധ്യതകളുണ്ട്. ഇനി മുതൽ പല അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യം കൃത്യം ഒരു മാസത്തിൽ തന്നെ നടന്നു കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ ഒരു വർഷത്തിൽ തന്നെ നടന്നു കിട്ടിയില്ല എങ്കിൽ അടുത്ത ഒരു വർഷത്തിന് ശേഷമാണ് എങ്കിലും നടന്നു കിട്ടുവാനുള്ള സാധ്യത കുറയും. അതിനാൽ ആദ്യത്തെ ആ ഒരു വർഷം അല്ലെങ്കിൽ ആദ്യത്തെ ആ മാസം തന്നെ നിങ്ങൾ തീർച്ചയായും ശ്രമങ്ങൾ നടത്തുക. അതിനാൽ തീർച്ചയായും ആ ശ്രമങ്ങൾ നിങ്ങളിലേക്ക് വിജയങ്ങൾ കൊണ്ടുവരും. അതല്ല എങ്കിൽ സാധ്യത കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ്. പ്രാർത്ഥന ഈ സമയം അനിവാര്യമാണ്. ഭഗവാനെ നിങ്ങൾ മനസ്സുരുകി തന്നെ നിത്യവും പ്രാർത്ഥിക്കണം. ഒരിക്കലും അവിശ്വാസം രേഖപ്പെടുത്തുവാൻ പാടുള്ളതല്ല. വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. വഴിപാട് അനിവാര്യമാണ്. നിങ്ങൾക്ക് സാധിക്കുന്ന വഴിപാടുകൾ നടത്തണം. കൂടാതെ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും കൃത്യമായി നിങ്ങൾ ഇടപെടലുകൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾ നേരിടുന്നു എങ്കിൽ അതിവേഗം നടക്കുന്നതായ സാഹചര്യം ഉണ്ടാകും. ഈ കാര്യങ്ങൾ ആരംഭിക്കേണ്ട അതിനായി ശ്രമങ്ങൾ നടത്തേണ്ടതായ ദിവസങ്ങൾ ബുധൻ ശനി ദിവസങ്ങളാണ്.
ഈ സമയങ്ങളിൽ കൂടുതലായും ആ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെയാണ് ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊരു വ്യക്തത നിങ്ങളിലേക്ക് കൈവരിക്കുവാൻ സാധിച്ചിട്ടുള്ളത്.